നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എഴുന്നേക്ക് മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ്. അയ്യോ മുത്തശ്ശി, 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 മുത്തശ്ശി ഒന്ന് എഴുന്നേക്ക്. മുത്തശ്ശി, മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി, മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി, മുത്തശ്ശി. മനോഹരേട്ടാ, ആ ജലപീരങ്കി ഇങ്ങ് തന്നേ പാർവതി. എന്താ മുത്തശ്ശി? എന്താ എന്താ? അയ്യോ അയ്യോ, ഞാനിത് എവിടെയാ ഇപ്പൊ? ആ അമ്മേ, ശംഖുമുഖം കടപ്പുറത്തിരുന്ന് മണല് കൊണ്ട് കയറ് പിരിച്ചോണ്ടിരിക്കുക. മനോഹരേട്ടാ, മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്താ സംഭവിച്ചേ? എനിക്കറിയത്തില്ല എന്റെ മോളെ. ഏതോ ഒരു അജ്ഞാത ശക്തി എന്നിൽ വന്ന് ആവേശിച്ചതുപോലെ. ഓ എന്റെ തോലയ്ക്ക്. ഓ അത് പണ്ടേ ഉള്ളതാ പെരുപ്പ്. മനോഹരേട്ടാ, നമ്മുടെ സുതിമോന്റെ കാര്യം പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മ കുറച്ചു നേരം സുതിമോനായിരുന്നു. ആ അത് പറ. എന്റെ സുതിമോൻ എന്റെ ഉള്ളിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി. ഈ 7-14 ലോകത്തിലൂടെ എന്റെ സുതിമോന്റെ ആത്മാവ് എന്നെ കൊണ്ടുപോയി മനോഹര. എന്നിട്ട് അവിടെ എങ്ങാനും ശരത്തിന്റെ അച്ഛനെ അമ്മയും കണ്ടോ അമ്മേ? അച്ഛൻ എന്താ ഒരുമാതിരി വർത്താനം പറഞ്ഞ് ആളെ പരിഹസിക്കുന്നേ? സുധിയേട്ടന്റെ ആത്മാവ് എന്തൊക്കെ പറഞ്ഞെന്നും എന്തൊക്കെ പരിഹാരക്രിയകൾ ചെയ്യണമെന്ന് പറഞ്ഞതും അച്ഛൻ കേട്ടതല്ലേ? ദേവിക മോള് ചില പരിഹാരക്രിയകളൊക്കെ ചെയ്യണമെന്ന് സുധിമോൻ പറഞ്ഞമ്മേ. ആ അങ്ങനെ വരട്ടെ. ആ 6 പട യാത്രയും പഴനിമല കയറ്റമൊക്കെ അല്ലേ. അമ്മയ്ക്ക് ഇതെങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റിയേ? അമ്മയ്ക്ക് നേരം ബോധമില്ലായിരുന്നല്ലോ. അത് പിന്നെ എന്റെ ഈ നാവിലൂടെ അല്ലേ മനോഹര സുതിമോൻ സംസാരിച്ചത്. ഓ അങ്ങനെ. മോളെ ദേവികേ, എന്റെ കുഞ്ഞ് പറഞ്ഞതൊക്കെ നീ ചെയ്യത്തില്ലേ? ചെയ്യാം. എന്റെ സുതിമോൻ പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞു. അമ്മ വിഷമിക്കണ്ടമ്മേ. കർക്കിടവാവിനെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാന്ന് പറഞ്ഞാ സുതിമോൻ പോയേ. മനോഹരേട്ടാ, അമ്മയ്ക്കുള്ള ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എല്ലാരും പിരിഞ്ഞു പോകാം. വാ പാർവതി, വാ ദേവിക മോളെ. ഇത്തവണ മുത്തശ്ശി കാലക്കി. ഒരു ഉഗ്രം പെർഫോമൻസ് അല്ലായിരുന്നു. ശരിക്കും ആത്മാവ് കൂടിയാണെന്ന് ഞാൻ തന്നെ സംശയിച്ചു. എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, സുധിയേട്ടന്റെ ആത്മാവിനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ അങ്ങ് പോയാ മതി. ആ ദേവിക ഭൂതത്തിന് നമുക്ക് വരച്ച വരയിൽ നിർത്താം. എന്റെ മനസ്സിലും അതൊക്കെ തന്നെയാ. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. സുതിമോന്റെ ആത്മാവ് ആവശ്യപ്പെട്ട അവളെ എന്തും ചെയ്യുമല്ലോ. ചെയ്യും. ഇല്ലെങ്കിൽ ആത്മാവിന് സങ്കടമാവുമല്ലോ. മനോഹരനും പാർവതിക്ക് ഇടങ്കോലിടാനും പറ്റില്ല. മോന്റെ ആത്മാവിന്റെ ആഗ്രഹമല്ലേ.
അതെ മുത്തശ്ശി, ഇന്നത്തതുപോലെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി ഒന്ന് തകർത്ത് അഭിനയിച്ചാ മതി. ഇപ്പൊ അവളെ തലയെ കൊണ്ട് നടക്കുന്ന അച്ഛനെ അമ്മയും കൊണ്ട് തന്നെ അടിച്ചിറക്കി വിടണം നമുക്ക് അവളെ. ആ, ഉം. എന്നാലേ എനിക്ക് സമാധാനാവും. ഹ, നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നമ്മുടെ വഴിക്ക് വരും. ആ മക്കളെ, ഞാനൊരു കാര്യം ഏറ്റതാ. അത് പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലയോ, ഞങ്ങളുടെ സുന്ദരി മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. മോളെ, നിനക്കും ഈ ശരത്ത് മോനും മനസമാധാനത്തോടെയുള്ളൊരു ജീവിതം ഉണ്ടാവണം. അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. എനിക്ക് ശരത്തേട്ടനും ആകെയുള്ള ഒരു സപ്പോർട്ട് മുത്തശ്ശി മാത്രം. മുത്തശ്ശി ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ധൈര്യം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ആ, അവളെ ഇവിടുന്ന് കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരിക്കും സുതിമോന്റെ ആത്മാവ് വന്നതായിരിക്കും അല്ലേ മനോഹരേട്ട? ഇമാതിരി പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നാലേ നിന്റെ തലമണ്ടയെ അടിച്ചു പൊളിക്കും. ബുദ്ധിമാന്റെ ആത്മാവ് വന്നു പോലും. അല്ല, അങ്ങനെ കണ്ടപ്പോ എങ്ങനെയൊക്കെ കണ്ടു? എന്റെ പാർവതി, നീ ഇത്ര പൊട്ടിയാകല്ലേ. ഇതൊക്കെ എന്റെ അമ്മയുടെ ഒരു അടവല്ലേ. അവരുടെ മുലപ്പാല് കുടിച്ചു വളർന്നവനല്ലേ ഞാൻ. അതുകൊണ്ട് തന്നെ അമ്മയുടെ കണ്ണീമ ചിമ്മുമ്പോ എനിക്ക് കാര്യം മനസ്സിലാവും. ആ, പണ്ട് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് വേറൊരു നമ്പർ ഉണ്ടായിരുന്നു. അച്ഛൻ കൊടുത്ത കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ഒറ്റ ബോധം കടിയില്ല. പിന്നെ 2 ദിവസത്തേക്ക് അമ്മയ്ക്ക് ബോധമേ കാണത്തില്ല. ഇതിപ്പോ എന്റെ അമ്മയും നമ്മുടെ മോളും കൂടെ ദേവികയ്ക്ക് നിറച്ച മരുന്നാ. അപ്പോ ദേവിക മോള് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പോവണ്ടെന്നാണോ മനോഹരേട്ടൻ പറയുന്നേ? പരിഹാരക്രിയകള് ഞാൻ വിട്ടിട്ട് വേണ്ട ദേവിക മോള് പോവാൻ. ദേവിയെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു ശാന്തിയും എന്റെ മകന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല. അതെനിക്കറിയാം. സില്ലു, എല്ലാവരും കഴിച്ചിട്ട് അവരവരുടെ കൂടണഞ്ഞു. നീ കഴിക്കുന്നില്ലേ? എനിക്ക് നല്ല വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്ത? നീ വല്ല ഉരുളങ്കല്ലും വിഴിഞ്ഞോ? ഉരുളങ്കല്ലല്ല വിഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ്. ചേച്ചി ഒന്ന് പോയേ, എനിക്കൊരു കോള് വരാനുണ്ട്. ആരുടെ ആടി? വല്ല കള്ളക്കാമുന്മാരുടെ ആണോ? ആ അതെ. ആയിക്കോ ആയിക്കോ. പക്ഷെ ഏട്ടനെ പോലെ വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടിയേക്കരുത്. ഈ ചേച്ചിയമ്മയുടെ ഒരു കാര്യം, എന്റെ പൊന്നു ചേച്ചിയമ്മ നിത്യ വിളിക്കുന്നത്. ദേവള് വിളിക്കുന്നു. ആ, നീ സംസാരിച്ചിട്ടേ വന്ന് കിടക്ക്. ഭക്ഷണം എന്തേലും ഞാൻ എടുത്തു വെക്കണോ? വേണ്ട, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചോളാം. നീ കട്ട് ചെയ്തോ കട്ട് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും കഴിക്ക്. ആ പിന്നെ രാത്രി സംസാരം അധികം നീട്ടണ്ട, അതാരുമായിട്ടാണെങ്കിലും. ഹായ് നിത്യ. ഞാൻ കരുതി ഉറങ്ങിക്കാണൂന്ന്. ഏയ്, ഞാൻ നിത്യക്കുട്ടിയുടെ കോള് വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്തായി അവിടെ കാര്യങ്ങള്? സുധിയേട്ടന്റെ ചിത്രം അവിടുന്ന് മാറ്റിയോ? എവിടുന്ന്? സിദ്ധുവേട്ടൻ അതും കെട്ടിപ്പിടിച്ചോണ്ടിരിപ്പുണ്ട്. കാര്യം എന്റെ ഏട്ടന്റെ പടവാ, പക്ഷെ അത് അവിടെ വെക്കുന്നത് അപകടമാ. അപകടോ? അതെ, ഒരു കുടുംബജീവിതം നയിക്കാനാവാതെ പടുമരണപ്പെട്ടുപോയ ഒരു ആത്മാവ സുധിയേട്ടൻ. അത് ആ ദേവികയുടെ ജാതക ദോഷം. ആ ദോഷത്തിന്റെ നിഴല് നിങ്ങളുടെ വീട്ടിലേക്കും പടരാനാ സുധിയേട്ടന്റെ ആത്മാവുള്ള ആ ചിത്രം അവര് സിദ്ധുവേട്ടന്റെ കൈവശം കൊടുത്തുവിട്ടത്.